എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവി കാലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഭാവി കാലവും 4 തരത്തിലുണ്ട്. There are 4 types. Number 1, simple future tense. Number 2, future continuous. And number 3, future perfect. Number 4, future perfect continuous. ഇതിൽ സിമ്പിൾ ഫ്യൂച്ചർ അഥവാ സാമാന്യ ഭാവികാലം. സാമാന്യ ഭാവികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്ഷൻ ഓഫ് ദ വെർബ്, ആ വെർബിൻ്റെ ആ സമയം, പ്രവൃത്തി, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ആ സമയം, ടൈം ഓഫ് ദി ആക്ഷൻ ഓഫ് ദി വെർബ്, അത് ഭാവി, അതായത് വരാൻ പോകുന്ന സമയത്തായിരിക്കും. അതായത് കഴിഞ്ഞു പോയതല്ല, ഇപ്പോൾ നടക്കുന്നതല്ല, ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് വരുന്ന ആക്ഷനാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ വരിക. ഇത്രയേ ഉള്ളൂ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ബിഗിൻ ഇൻ ദ ഫ്യൂച്ചർ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ബിഗിൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ആരംഭിക്കാൻ പോകുന്ന പ്രവർത്തികൾ, അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഭാവിയിൽ ആരംഭിക്കുക. അപ്പം അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഷാൽ ഓർ വിൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വെർബ്. ഷാൽ ഓർ വിൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഷാലും വില്ലുമാണ്. ഷാൽ എപ്പോഴും ഐ ഓർ വി ഫസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് വരിക. ഐ ഓർ വിയുടെ കൂടെയാണ് ഷാൽ വരിക. ബാക്കിയുള്ള സബ്ജക്ട്സ്, ഇൻ അതർ സബ്ജക്ട്സ്, ദാറ്റ് ഈസ് യു, ഹി, ഷീ, ഇറ്റ്, എക്സെട്ര, വിൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വെർബ്. ഐ ഓർ വിയുടെ കൂടെ ഷാൽ റൂട്ട് ഫോം ഓഫ് ദി വെർബ് വരും. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ കൂടെ വിൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വെർബ് വരും. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആണ്. എക്സാമ്പിൾ നോക്കുക. ഹി വിൽ കം ഹിയർ ടുഡേ. അവൻ ഇന്ന് ഇവിടെ എത്തും. വിൽ കം, ഹി വിൽ കം. ഐ ഷാൽ മീറ്റ് ഹിം ടുമാറോ. ഞാൻ നാളെ അവനെ കാണും. ഷാൽ മീറ്റ്. അപ്പൊ വില്ലും ഷാലും കഴിഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ റൂട്ട് ഫോമാണ് വരിക. ക്രിയയുടെ ധാതു രൂപമേ വരാൻ പാടുള്ളൂ. ഷാൽ ഗോ, വിൽ ഗോ, ഷാൽ ടേക്ക്, വിൽ ടേക്ക്, ഷാൽ റൈറ്റ്, വിൽ റൈറ്റ്, എക്സെട്ര. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഐ ഓർ വി വരുമ്പോൾ സാധാരണഗതിയിൽ ഷാലാണ് വരിക. അതർ സബ്ജക്ട്സ് വരുമ്പോൾ വില്ലാണ് വരിക. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ദൃഢമായിട്ടുള്ള ചില നിശ്ചയങ്ങൾ, അതുപോലെ തന്നെ ശരിക്ക് പ്രൊഹിബിഷൻസ്, നിരോധനങ്ങൾ, ഉറപ്പിച്ചു പറയുന്ന ത്രട്ടനിങ്, അതുപോലെയുള്ള ത്രട്ടനിങ്ങുകൾ, ഉറപ്പിച്ചു പറയുന്ന എന്തെങ്കിലും ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ അത് പറയുന്ന സമയത്ത് ഐ ഓർ വിയുടെ കൂടെ വില്ലാണ് വരിക. ഏതെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് ദൃഢനിശ്ചയത്തോടു കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഐ ഓർ വിയുടെ കൂടെ വില്ലും അതർ സബ്ജക്ട്സിന്റെ കൂടെ ഷാലും പ്രയോഗിക്കും. അതർ സബ്ജക്ട്സിന്റെ കൂടെ ഷാലും പ്രയോഗിക്കും. അപ്പൊ അതിന്റെ മീനിങ് വിൽ ബി ചേഞ്ച്. ഹിയർ ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ ഐ ഷാൽ ഹെൽപ്പ് യു എന്നല്ല, ഐ വിൽ ഹെൽപ്പ് യു. അതായത് സഹായിച്ചിരിക്കും. അങ്ങനെ ഉറപ്പ് പറയുകയാണെങ്കിൽ ഐയുടെ കൂടെ ഷാല് മതി. അതുപോലെ തന്നെ യു ഷാൽ നോട്ട് സ്റ്റീൽ. നീ ഇനി കക്കാൻ പാടില്ല. അവിടെ ഒരു പ്രൊഹിബിഷനാണ്, നിരോധനമാണ്. അതുപോലെ കമാൻഡ്, അതൊക്കെ ഉറപ്പിച്ച് പറയുന്ന ഏത് കാര്യം ഉണ്ടെങ്കിലും ഐ ഓർ വി അല്ലാത്ത സബ്ജക്റ്റിന്റെ കൂടെ ഷാല് ചേർത്താൽ മതി. അപ്പോൾ ഉറപ്പ് കിട്ടും. യു ഷാൽ നോട്ട് സ്റ്റീൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും ഇനി സ്റ്റീൽ ചെയ്യരുത്, കക്കരുതെന്ന് ഉറപ്പാണ്. അപ്പോൾ യു ഓർ അതർ സബ്ജക്ട്സ്, ഐ ഓർ വി അല്ലാത്ത സബ്ജക്ട്സിന്റെ കൂടെ ഷാല് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഐ ഓർ വിയുടെ കൂടെ വില്ല് വെച്ചാലും ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇപ്പൊ ഐ ഷാൽ കിൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണം, കാരണം നിങ്ങളെ കൊന്നു കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഷുവർട്ടി. ഉറപ്പിച്ച് പറയുമ്പോൾ ഐ ഓർ വിയുടെ കൂടെ വില്ലും അല്ലാത്തതിൻ്റെ കൂടെ ഷാലും ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതർ സബ്ജക്റ്റിന് കൂടെ ഷാല് വെച്ചാൽ ഉറപ്പ് തരും
വിൽ വെച്ചാൽ ഉറപ്പ് തരില്ല. ഇതാണ് ഇവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഫ്യൂച്ചർ ടെൻസിൽ സാധാരണ വരുന്ന വാക്കുകൾ ടുമാറോ, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, ഇങ്ങനെയുള്ള നെക്സ്റ്റ്, ടുമാറോ, ഈ രണ്ട് വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് വാക്കുകളും സെന്റൻസിൽ വരികയാണെങ്കിൽ അത് ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുക. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും വരിക. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യം, സാധാരണ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യം, അതാണ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ബിഗിൻ ഇൻ ദ ഫ്യൂച്ചർ. ഫോർമാറ്റ് ഷാൽ ഓർ വിൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വെർബ്. ഷാൽ, വിൽ, റൂട്ട് ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, അടുത്തതായിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. എല്ലാ ടെൻസിലും എന്ന പോലെ ഫ്യൂച്ചറിലും കണ്ടിന്യൂസ് ഉണ്ട്. കണ്ടിന്യൂസ് വരുമ്പോൾ വെർബ് പ്ലസ് ing വരും. ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഷാൽ ഓർ വിൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഷാൽ ബി ഗോയിങ്, will be going, etc. Shall be taking, will be taking, etc. Or shall or will plus be plus verb plus ing. നോക്കാം ഇവിടെ. To express an action that will go in the future. To express an action that will go on in the future. ഭാവിയിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുക. ഭാവിയിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയും. തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുക. എക്സാമ്പിൾ നോക്കുക. ഹി വിൽ ബി ജോയിനിങ് എ കോളേജ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അവനൊരു കോളേജിൽ ചേർന്നിട്ടുണ്ടായിരിക്കും. അടുത്ത വർഷം അവനൊരു കോളേജിൽ ചേർന്നിട്ടുണ്ടായിരിക്കും. ഐ ഷാൽ ബി റൈറ്റിംഗ് ദ എക്സാം ടുമാറോ മോർണിംഗ്. നാളെ രാവിലെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഐ ഷാൽ ബി റൈറ്റിംഗ്, ഐ ഷാൽ ബി റൈറ്റിംഗ്. അപ്പോൾ ഭാവിയിൽ ഒരു തുടർച്ച, ഭാവിയിൽ ഒരു കണ്ടിന്യൂറ്റി, അത്തരത്തിലുള്ള സന്ദർഭം പറയാനാണ് ഷാൽ ഓർ വിൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത നോക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഭാവിയിലെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ കാര്യം അവസാനിപ്പിച്ചിട്ടുണ്ടാവുക. ഭാവിയിൽ ഒരു കാര്യം ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഭാവിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഭാവിയിൽ ഒരു കാര്യം പ്രവൃത്തി ചെയ്ത് ആക്ഷൻ ഡൺ ഇൻ ദ ഫ്യൂച്ചർ, ഇൻ സർട്ടൻ ഫ്യൂച്ചർ, ഫ്യൂച്ചർ ടൈം. ആ ഭാവിയിൽ ഒരു പ്രത്യേക ടൈമിൽ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. ഫോർമാറ്റ് ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. ഷാൽ വിൽ കഴിഞ്ഞാൽ ഹാവ് വന്നു പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ചേർത്താൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയി. To express an action that will be completed before a certain time in the future. ഭാവിയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു പീരീഡ് ഓഫ് ടൈമിന് മുമ്പ് ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഭാവിയിൽ ഒരു നിശ്ചിത ടൈമിന് മുമ്പ് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നു. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. എക്സാമ്പിൾ നോക്കുക. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ ബുക്ക് ബിഫോർ നെക്സ്റ്റ് ജൂൺ. അടുത്ത ജൂണിന് മുമ്പ് അവൻ ഈ പുസ്തകം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ ബുക്ക് ബിഫോർ നെക്സ്റ്റ് ജൂൺ. അടുത്ത ജൂണോടുകൂടി അവൻ എന്ത് ചെയ്തിട്ടുണ്ടാകും? പുസ്തകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് പുട്ട് ഇൻ 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. അടുത്ത മാർച്ചോടുകൂടി എന്താവും? അവൻ സർവീസിൽ 10 വർഷം തികച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത മാർച്ചോടുകൂടി അവൻ സർവീസിൽ 10 വർഷം തികച്ചിട്ടുണ്ടായിരിക്കും. സോ ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. യെസ്, ഫ്യൂച്ചർ ടെൻസിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള നാലാമത്തെ ആയിട്ടുള്ള ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് സാധാരണ അധികം ഉപയോഗിക്കുന്ന ഒരു ടെൻസ് അല്ല. കാരണം ഭാവിയിൽ ഒരു സമയത്ത് പ്രവൃത്തി ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നതാണ്. ഒരു സമയം, ഭാവിയിൽ ഒരു സമയത്ത് പ്രവൃത്തി തുടങ്ങി ആ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഷാൽ, വിൽ, ഹാവ് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing.
ഷാൽ വിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. സോ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ബിഗിൻ ഇൻ ദ ഫ്യൂച്ചർ ബട്ട് മേ കണ്ടിന്യൂ ഫോർ സം ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഫ്യൂച്ചറിൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അത് തുടർന്നുകൊണ്ടിരിക്കും, കുറച്ച് സമയത്തേക്ക് അത് തുടർന്നുകൊണ്ടിരിക്കും. ഭാവിയിൽ ഒരു പ്രവൃത്തി തുടർന്ന് അത് കുറച്ച് കാലത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്ന ഇഫക്റ്റ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് സാധാരണ അധികം ഉപയോഗിക്കുന്ന ടെൻസ് അല്ല. എന്നിരുന്നാലും ടെൻസിന്റെ കാറ്റഗറിയിലെ ചെറിയ വ്യത്യാസം കണക്കിലെടുക്കുമ്പോൾ 12ാമത്തെ ടെൻസായിട്ട് ഫ്യൂച്ചറിലെ 4ാമത്തെ ടെൻസായിട്ട് നമ്മൾ പറയുന്നു ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി. എക്സാമ്പിൾ നോക്കുക. He will have been struggling a lot to earn his living. അവന്റെ ജീവിതത്തിന് വേണ്ടി അവൻ will have been struggling, അവൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ കുറെ നാളായി ആ പ്രവർത്തനം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാവിയിൽ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. He will have been struggling a lot to earn his living. അവനവന്റെ ജീവിതത്തിന് വേണ്ടി കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്ന ഇഫക്റ്റ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ധാരാളം എക്സാമ്പിൾ നമുക്ക് ഇതുപോലെ തന്നെ പറയാം. ഐ വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ആൻഡ് ദേ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എക്സെട്ര. ദേ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു സർട്ടൻ ഡേറ്റിൽ ഒരു പ്രവൃത്തി തുടങ്ങി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ഇപ്പൊ ഇല്ല. ആ ഒരു അവസ്ഥ പിന്നീടില്ല. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ ടെൻസ് 4 തരത്തിലുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചറിലെ ഫോർമാറ്റ് ഷാലോ വിൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വെർബ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് ഷാലോ വിൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് ഷാലോ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബി 3 ഫോം ഓഫ് ദി വെർബ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് ഷാലോ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഓക്കെ, താങ്ക് യു.